പൂച്ച ചത്തുകിടന്നതറിയാതെ വെള്ളം ഉപയോഗിച്ച് ഭക്ഷണം പാചകം ചെയ്ത് വിൽപ്പന നടത്തിയെന്ന് കരുതുന്ന വണ്ടിപ്പെരിയാർ ടൗണിലെ 5 വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിടുവാൻ പഞ്ചായത്ത് ആരോഗ്യവകുപ്പ് അധികൃതർ നിർദ്ദേശം നൽകി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട് കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ. വണ്ടിപ്പെരിയാർ ടൗണിലെ സെൻട്രൽ ജംഗ്ഷനിൽ പഞ്ചായത്ത് വക കിണറ്റിൽ നിന്നും ജലം എടുത്തവർക്കാണ് അധികൃതർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ബുധനാഴ്ച രാവിലെ 11 മണിയോടുകൂടിയാണ് ഒരാഴ്ച പഴക്കമുള്ള ചത്തപൂച്ചയെ കിണറ്റിൽ നിന്നും ചുമട്ടുതൊഴിലാളികൾ കണ്ടെത്തുന്നത്. ദുർഗന്ധം വമിച്ചതോടെ അന്വേഷിച്ചപ്പോഴാണ് പൂച്ചയും കുഞ്ഞും കിണറ്റിനുള്ളിൽ ചത്തുകിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് ഇവർ ചത്തപൂച്ചയെ വെളിയിൽ എടുക്കുകയും വെള്ളം വൃത്തിയാക്കുകയും ചെയ്തുവെന്നും പറയുന്നു. ഇതിനകത്ത് ഭയങ്കര നാറ്റമായിരുന്നു. അപ്പോൾ എന്നാന്ന് പറഞ്ഞ് ഞങ്ങൾ ഈ സീറ്റിന് പുറത്ത് അപ്പുറത്ത് കയറി നോക്കിയപ്പോൾ അവിടെ പുറത്ത് ഒന്നുമില്ല. പിന്നെ ഞങ്ങൾ സംശയത്തിന് പുറത്താണ് ഈ കിണറ്റിൻ്റെ അകത്ത് നോക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു പൂച്ച ചത്ത ഒരു 2-3 ദിവസത്തിന് മേളിലാകുന്നു. അത് ദുർഗന്ധമായിട്ട് ഇപ്പോൾ നാളെ അതിൻ്റെ കൂടെ വെള്ളത്തിനകത്ത് ഇറങ്ങുന്ന പൊട്ടിത്തെറിച്ച് ഒഴിവായതിന് ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് അതിൻ്റെ അകത്ത് താഴെ ഇറങ്ങിയ സാധനം എടുത്ത് കിണറൊക്കെ തേകി എല്ലാം ക്ലീനിങ് കൊണ്ട് റെഡിയാക്കി കാടൊക്കെ വെട്ടി റെഡിയാക്കി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. ഈ കടകളിൽ പോകുന്ന വെള്ളമാണല്ലേ? കടകൾക്കൊക്കെ പോകുന്ന വെള്ളമാണ്. 2-3 ഇപ്പം അതിനെ പറയുന്ന ഒരു 10 മോട്ടർ എടുത്ത് അതിനകത്തുണ്ട്. ഞങ്ങളത് തന്നെയാണ് ചായ കുടിക്കുന്നത് കടകളിലൊക്കെ കയറി. അപ്പോൾ ഞങ്ങളത് വൃത്തിയാക്കി ഇടണമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ സ്വയമായിട്ട് തന്നെ അത് വൃത്തിയാക്കി. എന്നാൽ പിന്നീട് സംഭവം അറിഞ്ഞ് എത്തിയ ഗ്രാമപഞ്ചായത്ത് അധികൃതരും ആരോഗ്യ വിഭാഗം ജീവനക്കാരും ഈ വെള്ളം ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്യുകയും വിൽപ്പന നടത്തുകയും ചെയ്തുവെന്ന് കരുതുന്ന കിണറിനു സമീപം പ്രവർത്തിക്കുന്ന ഹോട്ടൽ ഉൾപ്പെടെ ചെറുകിട ചായക്കിടകൾ അടച്ചിടാൻ അധികൃതർ നിർദ്ദേശം നൽകുകയും കിണർ വൃത്തിയാക്കാൻ നടപടി സ്വീകരിച്ചതിനൊപ്പം മുൻകരുതൽ നടപടിയുടെ ഭാഗമായി കടകൾ അടപ്പിക്കുകയും ചെയ്തു. ഈ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ ഭക്ഷണം കഴിച്ച മുഴുവൻ ആളുകളും വണ്ടിപ്പെരിയാർ സർക്കാർ ആശുപത്രിയിലെത്തി പരിശോധനകൾ നടത്തണമെന്നും എലിപ്പനിക്കെതിരായ മരുന്നുകൾ കഴിക്കണമെന്നും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. പ്രധാനമായിട്ടും ഇപ്പോൾ ഈ ലിസ്റ്റ് ചെയ്ത ആൾക്കാർ CSCയിൽ വന്ന് പ്രതിരോധ മരുന്ന് ഡോക്സിസൈക്ലിൻ പ്രതിരോധ മരുന്നായിട്ട് കൊടുക്കും. അത് ഉപയോഗിക്കണം. പിന്നെ ആഹാരം കഴിച്ച ആൾക്കാരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി തരാനായിട്ട് എല്ലാ സ്ഥാപനങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ആ ലിസ്റ്റിലുള്ളവരുടെ ഒരു നിരീക്ഷണത്തെ ഏതാനും ദിവസം നടത്തും. പിന്നെ ഇവർക്കെല്ലാം അവരുടെ സ്ഥാപനങ്ങളിലും അവരുടെ ടാങ്കുകളും എല്ലാം ക്ലീൻ ചെയ്യാനായിട്ട് ക്ലോറിനേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്ത് എല്ലാം ക്ലീൻ ചെയ്ത് വെക്കാനായിട്ടുള്ള നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. കിണർ ശരിയായ രീതിയിൽ ക്ലീൻ ചെയ്ത് ക്ലോറിനേറ്റ് ചെയ്ത് സൂപ്പർ ക്ലോറിനേഷൻ ആവർത്തിച്ച് ചെയ്യുന്ന മുറയ്ക്ക് പ്രവർത്തനങ്ങൾ തുടങ്ങാനായിട്ട് ഏതാനും ദിവസങ്ങൾക്കകം പ്രവർത്തനം തുടങ്ങാനായിട്ടുള്ള അനുമതി കിട്ടും. അടച്ചിട്ട കടകൾ ഇരട്ട ക്ലോറിനേഷൻ നടപടികൾ പൂർത്തിയാക്കി ആരോഗ്യവകുപ്പ് അധികൃതരുടെ നിബന്ധനകൾ പാലിച്ച് മാത്രമേ തുറന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കുകയുള്ളൂ എന്ന് പരിശോധനകൾക്ക് നേതൃത്വം നൽകിയ ഗ്രാമപഞ്ചായത്ത് അംഗം KA രഹ്നാസ്, പഞ്ചായത്ത് സെക്രട്ടറി അശോക് കുമാർ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരായ ഹെൽത്ത് സൂപ്പർവൈസർ അനിൽകുമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർ ജാസ്മിൻ, റൊണാൾഡോ എന്നിവർ അറിയിച്ചു. കിണറിലെ പൂച്ച ചത്തുകിടന്നത് വൈകുന്നേരമാണ് അറിഞ്ഞ ഉടനെ നമ്മുടെ ഹെൽത്ത് സൂപ്പർവൈസറും പഞ്ചായത്ത് മെമ്പറുമായിട്ട് ഉപയോഗിച്ച എല്ലാ കടകളിലും വേണ്ട മാർഗ്ഗനിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഫുഡ് ഉള്ള കടകളിൽ എല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ട്. അവിടെ ഫുഡ് ഉപയോഗിച്ച അല്ലെങ്കിൽ വെള്ളം ഉപയോഗിച്ച ആൾക്കാരുടെ ലിസ്റ്റ് നാളെ തന്നെ രാവിലെ നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ച് പ്രതിരോധ മരുന്നുകൾ ഹെൽത്ത് സൂപ്പർവൈസറും ആരോഗ്യ പ്രവർത്തകരും പറയുന്ന അനുസരിച്ച് ചെയ്യാൻ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇടുക്കി ലൈവ് ന്യൂസ്, വണ്ടിപ്പെരിയാർ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹോം അപ്ലയൻസുകൾക്കും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകൾക്കും പുറമെ 52,000-ലധികം എസൻഷ്യൽ പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തി ഏറ്റവും വലിയ ഷോപ്പിംഗ് എക്സ്പീരിയൻസിനെ ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട് ഷോറൂമിലൂടെ ഏറ്റവും വലിയ കളക്ഷനുകളും മറ്റാർക്കും നൽകാനാവാത്ത ഓഫറുകളും ഉൾപ്പെടുത്തി ഫാം ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മീറ്റ്സ്, ഗ്രോസറി, ക്രോക്കറി, ഗിഫ്റ്റ് ഐറ്റംസ്, കിച്ചൺ അപ്ലയൻസുകൾ, ബ്യൂട്ടി പ്രോഡക്റ്റുകൾ, ഇന്ത്യയിലുടനീളമുള്ള എല്ലാ ബ്രാൻഡുകളുടെയും ഹോം അപ്ലയൻസുകൾ, മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പ് എന്നിങ്ങനെ എല്ലാം ഒരിടത്ത് ഒന്നിക്കുന്നു. മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ. ഇനി പലയിടത്തല്ല, എല്ലാം ഒരിടത്ത്. ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട് കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ.